വീട്ടിലെല്ലാവർക്കും ഇന്ന് പൊതിച്ചോറ് തിന്നാനൊരാഗ്രഹം. കുറേ നാളായി നമ്മൾ ഈ വാഴയിലയിലൊക്കെ ഉള്ള പൊതിച്ചോറൊക്കെ തിന്നിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഉച്ചക്കലത്തെ ഫുഡ് പൊതിച്ചോറാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള വാഴയില വെട്ടുകയാണ് അപ്പായി. വാഴയില എൻ്റെ ഇല ഒരു ഇച്ചിരി വലുതെടുത്തു. അപ്പം നമ്മുടെ പൊതിച്ചോറിനുള്ള ഇല സെറ്റായിട്ടുണ്ട്. ബാക്കി നമുക്ക് അകത്ത് സെറ്റാക്കാം. നമ്മൾ മുട്ട പിരിക്കാൻ പോകും. അതിന് സാറാ മുട്ട പിരിക്കണേ. സാറാണോ മുട്ട പിരിക്കൽ എക്സ്പെർട്ട്? ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അമ്മ എല്ലാം സെറ്റാക്കി. ഇനി മുട്ടയും കൂടെ പിരിച്ചാൽ മതി. ഓരോരുത്തർക്കും ഓരോ മുട്ട വെച്ച് പിരിക്കാൻ വിചാരിച്ചു. അതെന്തായാലും നല്ലതാണ്. അതാകുമ്പം എല്ലാവർക്കും ഒരു എസ്തെറ്റിക് കിട്ടുമല്ലോ. ഓരോ മുട്ടയും കാണാനൊരു ഭംഗിയാണ്, മുറിച്ച ഷേപ്പല്ല. അപ്പം മുട്ട പൊരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പൊതി സെറ്റാക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പൊതി സെറ്റ് ചെയ്യുകയാണ്. ഈ ഇല വിളമ്പുന്നത് ഇന്ന് തരത്തുള്ളൂ. രണ്ടാമത് വേണമെങ്കിൽ രണ്ടാമതില്ല, ഒറ്റ സെറ്റേ ഉള്ളൂ. അതെന്തൊരു പരിപാടി? അതങ്ങനെ. അപ്പം നമ്മൾ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. എനിക്ക് ഞാൻ ഇതൊന്ന് ഒതുക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാം. മനസ്സിലായി? ഞാനൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കുക. ഓക്കെ, ഇനി ഓരോന്ന് വിളമ്പിക്കും. നല്ല ഉണ്ട ചമ്മന്തി. കുടംപുളി ഉണ്ടായിരുന്നു. അല്ല, കുടംപുളി അല്ല, മറ്റേ വാളംപുളി. മീനിന്റെ ഓർമ്മ വരുമ്പോൾ നമുക്ക് കുടംപുളി അപ്പായിക്ക് സെപ്പറേറ്റ് വെച്ചേക്കുന്നു. നല്ല തോരൻ, നല്ല മെഴുക്കുവരട്ടി, ഇപ്പുറത്തോട്ട് വിടാൻ നല്ല ഒരു മീൻ, ഒരു മുട്ട. ഇനി പൊതിയിൽ എക്സ്പെർട്ട്. ഇനി പൊതിയിൽ PhD എടുത്തിരിക്കുന്ന അപ്പായിയുടെ പൊതി. അപ്പോൾ നമ്മൾ പൊതിയൊക്കെ തയ്യാറാക്കി ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് എസ്തെറ്റിക്സ് ഒക്കെ പിടിച്ച് നമ്മൾ പൊതി കഴിക്കാൻ പോവാം. എല്ലാവരും ഉണ്ട്. ആഗ്രഹങ്ങൾ പൊതിയണം. എന്നിട്ട് പൊതിയിൽ എന്തൊക്കെയാണ് കിട്ടി? എല്ലാം ഉണ്ട്. വെച്ചതിൽ കൂടുതലുണ്ടോ? വല്ലതും ഉണ്ടോ? അല്ല, വെച്ചത് തന്നെയാണോ കിട്ടിയെന്നൊരു സംശയം. വെച്ചത് തന്നെയല്ല, എൻ്റെ പുതിയല്ല എനിക്ക് വന്നത്. ഇതല്ല ഞാൻ എനിക്ക് എനിക്ക് പൊതിഞ്ഞാണോ? അത് നിനക്ക് പൊതിഞ്ഞ കൂടുതലാണോ? ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, തിന്നിട്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. എന്നാലും അപ്പായുടെ പൊതി എടുത്ത് അമ്മ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെക്കും ഞങ്ങൾ പണ്ട്. ആണോ? ഇപ്പൊ വെക്കുന്നില്ലയോ? എന്താ പറ്റി? എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പണ്ട് വെക്കാത്ത ഇപ്പൊ വെക്കുന്നേ? എന്നോട് വഴക്കിട്ട് എനിക്ക് തോരൻ പോലും കിട്ടില്ല. ആണോ? അത് ശരി. നമ്മൾ പൊതിയുടെ ഐറ്റംസ് കൂടാതെ കുറച്ച് തൈരും കുറച്ച് മീൻചാറും എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെയുണ്ട്? എല്ലാവരും കഴിക്കുന്ന എടുത്തതുകൊണ്ടേ ഞാൻ കഴിച്ചു. ഞാനോടൊന്ന് കഴിച്ചു നോക്കട്ടെ, എനിക്കെന്തോ കിട്ടിയെന്ന് നോക്കട്ടെ. എല്ലാവർക്കും ഒന്നു തന്നെയല്ലേ? അല്ല, പക്ഷെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് പൊതി ഉണ്ടാവും. നിന്റെ പൊതി നിന്റെ തന്നെ ആണോ? ഇത് തന്നെയാണോ? ഒരു ഇച്ചിരി മാത്രം. എന്നിട്ട് ഒരു കുഞ്ഞു മീൻ കണ്ടോ? എല്ലാവർക്കും വലിയ മീനായിരുന്നു. എനിക്ക് കുഞ്ഞു മീൻ. നിന്റെ കുഞ്ഞു ആണോടി? അമ്മയ്ക്ക് മാത്രം വലിയ മീൻ വെച്ച്, പക്ഷെ പൊതി മാറിപ്പോയി. ആ പൊതി എനിക്ക് കിട്ടി. അതുകൊണ്ട് വലിയ മീൻ അപ്പായിക്ക് വലിയ മീൻ കിട്ടി. അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടം മീനായതുകൊണ്ട് അമ്മ പച്ചക്കറി ഒന്നും ഇട്ടില്ല, മീൻ മാത്രം വെച്ചു. ആ പൊതി അപ്പായിക്ക് കിട്ടി. അപ്പായിക്കാണ് പച്ചക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇനി എന്തോ വേണമെന്ന് പറയും? ഇനി പേരെഴുതി വെക്കണം ഓരോ പൊതിക്കകത്ത്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനുണ്ടോ എടുത്തോണ്ട് പോകുന്നോ? അതുകൊണ്ട് ഇവിടെ മോശണം കണ്ടോ? അടിയെല്ലാം ഇടുകയും ചെയ്യും. മീൻ കാണുമ്പോൾ വീഴുകയും ചെയ്യും. കൊള്ളാം. പൊതിച്ചോറ് കുറച്ച് നാളായിരുന്നു കഴിച്ചിട്ട്. ഇനി എന്നും വീട്ടിൽ നിന്ന് പൊതിച്ചോറുണ്ടായി തരാം. എങ്ങനെയുണ്ട് അച്ചു? കൊള്ളാം. കൊള്ളാവോ? ഇനി എന്നും ഇങ്ങനെ ആക്കിയാലോ? എന്താണ് എന്നും ഇങ്ങനെ ആക്കുന്നത്? വീട്ടിൽ ഇരിക്കുന്ന ദിവസം എന്നും ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് നല്ലതായിരിക്കും. അതെ.
അപ്പോൾ ഞങ്ങൾ ഇലയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പാത്രമല്ലല്ലോ ഇല കണ്ടു കഴിഞ്ഞാൽ ഇവർ 2 ദിവസമായി ഒന്നും കഴിക്കാത്തവരാണെന്ന് തോന്നുന്നു, ഇൻക്ലൂഡിങ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എൻ്റെ ആഗ്രഹം നടന്നു മക്കളെ. എൻ്റെ ആഗ്രഹം നടന്നു. ഓക്കെ. ഇവിടെ ആഗ്രഹം ആദ്യം പ്രകടിപ്പിച്ചത്. അപ്പൊ അമ്മ അത് ശരിവെച്ചു. അപ്പൊ അപ്പായി പറഞ്ഞു എങ്ങനായാലും എനിക്ക് ഫുഡ് കിട്ടിയാൽ മതി. അപ്പൊ ഇവള് പറഞ്ഞു എന്തേലും ചെയ്യ, എന്തേലും വട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ബാ എടുക്കാവുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. നല്ലതായിരുന്നു. ശരിയാ, ഒരു ചേഞ്ച്. അതെ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ചേഞ്ച് ഉള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ. അപ്പുറത്ത് ഒക്കെ തോടാ, അതെന്ത് ഞാൻ ചാടിച്ചാവണം.